ആരെയും ട്രോളാനല്ല ഞാനിപ്പോൾ ഇവിടെ ഇത് പറയുന്നത്. റഹീമിൻ്റെ പൊതുവെയുള്ള പാർലമെൻറ്റിലെ ഇംഗ്ലീഷായാലും ഇപ്പോൾ ബാംഗ്ലൂരിൽ നടത്തിയ ഇംഗ്ലീഷായാലും എല്ലാം വളരെയധികം ട്രോൾ ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന് 12 ഭാഷകളിൽ വലിയ വൈദഗ്ധ്യമുണ്ടായിരുന്നു. അതുപോലെ ഭാഷാ വൈദഗ്ധ്യം വളരെയുള്ളവർക്ക് സാമാന്യേന ഗണിതത്തിൽ കഴിവ് കുറവായിരിക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ ഗണിതത്തിൽ വളരെ കഴിവുള്ളവർക്ക് പലപ്പോഴും ഭാഷയിൽ ചെറിയ വൈകല്യങ്ങളും ഭാഷാ വൈദഗ്ധ്യവും കുറവായിരിക്കുമെന്നും പറയാറുണ്ട്. ഏതായാലും മന്ത്രി ശിവൻകുട്ടിയെ നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയല്ല എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ഗണിതത്തിലുള്ള സാമർഥ്യവും രണ്ടും ഒരുപോലെയാണ്. ഏതായാലും കാര്യത്തിലേക്ക് വരാം. ഭാഷ പഠിക്കുന്നതിന്, പ്രത്യേകിച്ചും ത്രിഭാഷാ പദ്ധതി പ്രകാരം പഠിക്കുന്ന നമ്മൾ സാമാന്യേന ഇംഗ്ലീഷും ഹിന്ദിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും അതും കഴിഞ്ഞ് PhDക്കുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഇംഗ്ലീഷിൽ സാമാന്യേന നല്ല ജ്ഞാനമുള്ളവരായിരിക്കണം. പക്ഷേ അവർക്കൊക്കെ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല. അതുപോലെ വൊക്കാബുലറിയും വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് മന്ത്രി ശ്രീമതി ബിന്ദുവിനെ പോലെ ഐ ആം ക്യാരിയിങ് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്നൊക്കെ പറയുന്നത്, അതും ഇംഗ്ലീഷിൽ PhD കഴിഞ്ഞതിന് ശേഷം. അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തുള്ളവരോടും, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ലഭ്യമായ ധാരാളം ആപ്പുകളുണ്ട്, അതിൽ ഒരു മാസമോ 3 മാസമോ പരിശീലനം തുടർച്ചയായി നടത്തുക. തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആകാൻ സാധിക്കും. സിവിൽ സർവീസിൻ്റെ കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായിരിക്കണം. അത് ഇംഗ്ലീഷിൽ നന്നാകുന്നതിനുള്ളൊരു കാര്യമറിയാം, പക്ഷെ അത് ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു തടസ്സം മാറ്റേണ്ടത് ഇംഗ്ലീഷിൽ സംസാരിച്ചാണ്. അങ്ങനെ സംസാരിച്ച് അവരുടെ മടിയും അതുപോലെയുള്ള വൊക്കാബുലറിയും വർദ്ധിക്കുന്ന സമയം തീർച്ചയായിട്ടും ഒരു ട്രോളുകളൊന്നും കൂടാതെ വിധത്തിൽ നന്നായി ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുന്നതിന് നമുക്ക് സാധിക്കും. നമുക്ക് മലയാളികളുടേതായ ഒരു ഡയലക്റ്റ് ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ശശി തരൂരിനെ പോലെ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തും യൗവനത്തിലും കിട്ടിയ ഓക്സ്ഫോർഡ് അതുപോലുള്ള സ്കൂളുകളിലെയും കോളേജുകളിലെയും രാജ്യങ്ങളിലെയും പരിശീലനം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഷയെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ടാകും. അതായില്ലെങ്കിലും ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദിയും ഒരു പ്രശ്നമാണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം വെച്ച് തന്നെ പറയാം. 1980 ഇന്ത്യൻ എക്കണോമിക് സർവീസിൻ്റെ ഇൻ്റർവ്യൂവിനായി ഡൽഹിയിൽ പോയപ്പോൾ അന്ന് JNUവിൽ പഠിച്ചിരുന്ന ശ്രീ രവീന്ദ്രൻ പിന്നീട് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ വരികയും ഇപ്പോൾ റിട്ടയർ ആയിരിക്കുകയുമാണ്. അപ്പോൾ രവീന്ദ്രൻ്റെ കൂടെയാണ് ഞാൻ JNUവിൽ താമസിച്ചിരുന്നത്. ഒരു ദിവസം രവീന്ദ്രൻ എന്നെയും കൊണ്ട് ബസ്സിൽ ഞാനാണ് മുന്നേ കയറിയത്. പിന്നീട് കയറാൻ നിന്ന് രവീന്ദ്രൻ്റെ പോക്കറ്റ് ആരോ അടിച്ചു. രവീന്ദ്രൻ താഴെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ബസ്സിൽ മാത്രം ഒറ്റയ്ക്ക്. എനിക്ക് അവിടെ ഇറങ്ങണമെന്ന് പറയാൻ യഹാം ഉദർന ഹേ എന്ന് പറയാൻ അറിയില്ലായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ പറയും, കണ്ടക്ടർക്ക് അതറിയില്ലായിരുന്നു. അങ്ങനെ കുറേ ബഹളം വെച്ചതിന് ശേഷം കുറേ കഴിഞ്ഞാണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്. പിന്നീട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വരാനും വളരെ ബുദ്ധിമുട്ടി. ഏതായാലും ഞാൻ രവീന്ദ്രനോട് ചോദിച്ചപ്പോഴാണ് പിന്നീട് പറഞ്ഞത്, രവീന്ദ്രൻ്റെ പോക്കറ്റ് അടിച്ചു പോയതുകൊണ്ട് അത് പിടിക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ പോകാൻ പാടുണ്ടോ, എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ഇന്ത്യൻ എക്കണോമിക് സർവീസിലെ ആദ്യത്തെ 1 മാസം കൊണ്ട് തന്നെ സാമാന്യേന ഹിന്ദി സംസാരിക്കാൻ ഞാൻ പഠിച്ചു. സാമാന്യേന നല്ല രീതിയിൽ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഹിന്ദി ന്യൂസും വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹിന്ദിയിൽ ആരൊക്കെ സംഭാഷണം നടത്തിയാലും സാമാന്യ രീതിയിൽ സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഇത് തന്നെയാണ് ഇംഗ്ലീഷിനുമുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത് പരിശീലിക്കുക. പരിശ്രമം ചെയ്താൽ എന്തിനേയും കീഴടക്കാൻ സാധിക്കുമെന്നാണല്ലോ ചൊല്ല്. ഭാഷയും അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ താമസിക്കുന്ന റഹീമിനെ പോലുള്ളവർ ഹിന്ദിയും ഇംഗ്ലീഷുമൊക്കെ 5-6 മാസം കൊണ്ട് അനായാസേന കൈകാര്യം ചെയ്യണം. അതിന് വേണ്ടത് മറ്റ് വ്യക്തികളുമായി സംസാരിക്കുകയാണ്. അല്ലാതെ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ മാത്രമായി സംസാരിച്ചുകൊണ്ടിരുന്നാൽ മലയാളം മാത്രമേ വരൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും
പുറത്തു പോയി മറ്റ് സ്റ്റേറ്റുകളിൽ പോയി ഇതുപോലെ സംസാരിക്കുന്നതിന് മുമ്പ്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന് മുമ്പ് 1 മാസമോ 2 3 മാസത്തെയോ ഒരു ഇൻറ്റൻസീവ് കോഴ്സ് എടുക്കുക. അതിനുശേഷം സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രോളുകളിൽ നിന്ന് ഒഴിവായി നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുവാൻ എല്ലാവർക്കും കഴിയുന്നതാണ്. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.